വളരെ നല്ല ഈ ചവറ് പടങ്ങൾ എടുക്കാതെ ഇതേപോലെ ഫാമിലി എന്റർടൈൻമെന്റ് പടങ്ങൾ എടുക്കുന്നത് കൂടുതൽ സിനിമ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കും, തീർച്ചയായിട്ടും ഏറ്റെടുത്തിരിക്കും. അത് മാത്രമല്ല സത്യം പറയണ്ടോ രോമാഞ്ചം. കാരണം ഈ അണിയറ പ്രവർത്തനം ഒന്നും പുറത്തുവിടാതെ തന്നെ ഈ പടത്തിന് ഒരു ഒന്നുമില്ല സാധാരണ ഫാമിലി പടമാണെന്നൊക്കെ വിചാരിച്ച് ആദ്യം കാണാൻ വരും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് സിനിമ പ്രൊമോട്ട് ചെയ്യേണ്ടത്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഞാൻ വിചാരിച്ച സാധാരണ ഫാമിലി പ്രവർത്തനം വന്ന് കയറി ഒരു നല്ല ഒരു ഊണ് കിട്ടുന്ന കയറി നല്ലൊരു ബിരിയാണി തന്നെ കിട്ടി. കാരണം ഞെട്ടിപ്പോയില്ല. അതിന്റെ പെർഫോമൻസ് ഒന്നും പറയില്ല. അങ്ങനെ ഒരു വയസ്സ് കിടന്ന് കാണിക്കണം എന്ന് പറഞ്ഞാൽ ലോകത്ത് ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് കാണിക്കുന്നത്. കാരണം ഓരോ സൈറ്റൊക്കെ കാണുമ്പോൾ ചാടി പറഞ്ഞിട്ടാണ് വരുന്നത്. കാരണം പുള്ളി എല്ലാവർക്കും ഡീപ്പിലാണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇങ്ങനെ ചെയ്യണത് പിന്നെ കുറെ നാളത്തെ ദിവസം നല്ല 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 മുഹൂർത്തങ്ങള് ഒരു ഫാമിലി തന്നെ കണ്ട സത്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആ ലാലേട്ടൻ ഇനി അടിപൊളി പടമാണ്. എമ്പുരാനങ്ങട്ടിക്ക് നല്ല കൊള്ളാം. ഫാമിലി പടമാണ്. വളരെ നല്ല ഈ ചവറ് പടങ്ങൾ എടുക്കാതെ ഇതേപോലെ ഫാമിലി എന്റർടൈൻമെന്റ് പടങ്ങൾ എടുക്കുന്നത് അല്ലാതെ ഈ ഇതേപോലെയുള്ള കുടുംബ ചിത്രമാണ് അദ്ദേഹത്തിന് നല്ലത്. നല്ല സിനിമ, നല്ല സിനിമ, നല്ല പടമാണ്. ദൃശ്യം ശേഷം ഫാമിലിക്ക് ഇഷ്ടപ്പെടും. നമ്മൾ യൂസിന് എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റോറിയല്ല. ട്രെയിലർ കണ്ടിട്ട് അറിയരുത്. ദൃശ്യം ശേഷമുള്ള ബെസ്റ്റ് ലാലേട്ടന്റെ പടം. ഇന്ത്യയിൽ ഒരേ ഒരു പറഞ്ഞേ ഉള്ളൂ, അടിമ ഒരു ലക്ഷ്യമുണ്ട്. എല്ലാവർക്കും വിജയിക്കും. ഫാമിലിയായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് പോകുന്നത് വേറെ ജോലാണ്. ഫസ്റ്റ് ഹാഫ് നല്ല എഴുത്തുമട്ടിന് പോയിട്ട് സെക്കൻഡ് ഹാഫ് നാട്ടത്തിന്റെ അറിവിന്റെ സംഭവങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു സെക്കൻഡ് പോലും നേരില്ല. എന്താണ് പറയാനുള്ളത്? എല്ലാരും തിയേറ്ററിൽ ഒന്ന് കാണണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഗംഭീരമായിട്ടുള്ള സിനിമ എല്ലാവരും വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിഗംഭീര ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടുണ്ട്. മുഴുവനായിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അതാണ് ഞാൻ തിയേറ്ററിന് മുമ്പിൽ തന്നെ ഇരിക്കായിരുന്നു. എന്താ പറയണമെന്ന് അറിയാൻ വയ്യ. ഞങ്ങള് റിലീസ് ചെയ്തിട്ട് ഞാൻ ആദ്യം രഞ്ജിത്തേട്ടനോട് പറഞ്ഞു, രഞ്ജിത്തേട്ടൻ കൂടുതൽ സിനിമ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കും, തീർച്ചയായിട്ടും ഏറ്റെടുത്തിരിക്കും. അത് മാത്രമല്ല ചോരൻ ചെത്തിയുടെ വരവും പിന്നെ നാസാറിന്റെ അഭിനയം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. വളർത്താൻ പോലും പറ്റത്തില്ല. ഈ കഥ ഒരു ദൃശ്യം മോഡലല്ല. അത് ആദ്യമേ പറയാൻ കഥ കാണുന്നില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആരെയും പൈസ നഷ്ടമാകുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. പൈസ നമുക്ക് ലാഭം തന്നെയാണ്. ഈ കഥ കണ്ടേ പറ്റും. സിനിമ കാണണം. ലൈഫില് നമ്മുടെ ലൈഫിൽ നമുക്ക് പറ്റുന്ന നടത്തണം. ഓക്കെ പ്രേക്ഷകരോട് നല്ലത് സ്വീകരിക്കുന്ന പ്രേക്ഷകരോട് നന്ദിയുണ്ട്. പടം രക്ഷയില്ല. ഇപ്പൊ ലാലേട്ടൻ ഈ വർഷം കണ്ടിരിക്കും. എമ്പുരാനും അഭിനയിച്ച് തുടരും ഒന്നും പറയുന്നത്. ഇപ്പൊ ലാലേട്ടന്റെ ഒരു സൈറ്റ് സീനൊക്കെ ഒന്നും ഒരു രക്ഷയില്ല. കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പടത്തിന്റെ സസ്പെൻസും അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല. പക്ഷെ ഓരോ നിമിഷവും നമുക്ക് ലാലേട്ടൻ ഒരു ആക്ടർ, നമ്മൾ ആക്ടറിനെ എത്രയോ കാലം ലാലേട്ടൻ ആക്ടറിനെ ലാലേട്ടൻ മൊത്തത്തിൽ തെരഞ്ഞെടുത്ത് യൂസ് ചെയ്ത ഒരു അടിപൊളി പടം. ഒരു രക്ഷയില്ലാത്ത ഇനി പടം സംഭവിക്കുന്നത് പ്രാർത്ഥിക്കും.